प्यारे दोस्तों आदाब, कैसे हैं? ठीक है ना? घर में खैरियत है? अब्बा अम्मा भाई बहन सब खैरियत में ना? ठीक है ना? अच्छा बच्चों, हमारा आज का क्लास शुरू होता है। गौर से देखिए, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? നമ്മുടെ കേശവ് ഭായി വളരെ സങ്കടത്തോടെ തൻ്റെ ഉണങ്ങിയ പാടത്തിരുന്നു കൊണ്ട് ഓരോ കാര്യങ്ങൾ ആ ഗ്രാമത്തെക്കുറിച്ചും അതിൻ്റെ ഭംഗിയെക്കുറിച്ചും പണ്ട് കാലം ആ പാടം എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഓർക്കുന്നത് അല്ലേ? ഇനി നോക്കൂ, ഇവിടെ കേശവ് ഭായി ഇരിക്കുകയാണ്. ഒരു മരത്തിൻ്റെ ചുവട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. കേശവ് ഭായ്, ഓ കേശവ് ഭായ്, ഏയ് കേശവ് ഭായ് എന്ന് ഒരാൾ വിളിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ആവാസ് സുൻകർ കേശവ് ഹോഷ് മേ ആയ, ഈ ശബ്ദം കേട്ടപ്പോൾ കേശവ് ഭായ് വളരെ ഒന്ന് ഉണർന്നു. അദ്ദേഹം ഇങ്ങനെ ഓരോ സ്വപ്നങ്ങളിങ്ങനെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. പകൽക്കിനാവ് കണ്ടിരിക്കുക, പഴയ കാലത്തെ ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവർക്കിയിരിക്കുകയാണ്. പെട്ടെന്നാണ് ഈ ശബ്ദം കേട്ട് കേശവ് ഭായ് എന്ന് വിളിക്കുക. അത് കേട്ടപ്പോൾ ഇദ്ദേഹം ഉണർന്നു. മൂഡ് കർ ദേഖ, തിരിഞ്ഞു നോക്കി. തോ ഉസ്ക ദോസ്ത് മാധവ്, അദ്ദേഹത്തിൻ്റെ ദോസ്തായ മാധവനാണ് വിളിക്കുന്നത്. അപ്പം മാധവനും കേശവ് ഭായും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ പാഠം. ദിൽ ലഗായേ എന്നാണ്, മനസ്സ് വെക്കാം എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്, ദിൽ ലഗായേ. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗം ഒന്ന് വായിച്ചാലോ? എല്ലാവരും ഈ പാഠഭാഗ വായന ശ്രദ്ധിച്ചു. നമുക്ക് ഈ പാഠഭാഗം ഒരു തവണ വായിക്കാം. കേശവ് ഭായി, ഓ കേശവ് ഭായി, आवाज़ सुनकर केशव होश में आया और मुड़कर देखा तो उसका दोस्त माधव बकरियों को हाँगते हुए आ रहा था. उसने मुस्कुराते हुए पूछा, दिल लगाए ദിൽ ലഗായേം എന്ന ഈ പാഠമാണ്. ഇതിൻ്റെ നരേഷൻ ഒന്ന് നോക്കൂ. കേശവ് ഭായ്, ഓ കേശവ് ഭായ്, കേശവേട്ട. ആവാസ് സുൻകർ കേശവ് ഹോഷ് മേ ആയ, ശബ്ദം കേട്ടപ്പോൾ കേശവൻ ബോധത്തിലേക്ക് വന്നു. അവർ മൂഡ് കർ ദേഖ, തിരിഞ്ഞു നോക്കി. തോ അപ്പോൾ ഉസ്ക ദോസ്ത് മാധവ്, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ മാധവേട്ടൻ, ബക്കരിയോങ്കോ ഹാങ്തേ ഹുയേ ആ രഹാ ഥാ, ആടുകളെ തെളിച്ചുകൊണ്ട് മേയിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. ഉസ്നെ മുസ്കുരാത്തേ ഹുയേ പൂച്ച, അയാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. മാധവനും കേശവനും തമ്മിൽ നടക്കുന്ന സംഭാഷണമാണ് ഈ പാഠം. ദിൽ ലഗായേം എന്നതാണ് നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ്. സംഭാഷണം നമുക്കൊന്ന് കേൾക്കാം. മാധവ്, തും ഉദാസ് ബൈഠേ ക്യാ സോച്ച് രഹേ ഹോ ഭായി? തും, നീ, ഉദാസ് ബൈഠേ, നിരാശനായിരുന്നു കൊണ്ട്, ക്യാ, എന്താണ്, സോച്ച് രഹേ ഹോ, ചിന്തിക്കുന്നത്, ഭായി, സഹോദര, നീ നിരാശനായിരുന്നു ചിന്തിക്കുന്നത് എന്താണ്? കേശവൻ, മേ, ഞാൻ, അപ്നെ ഖേത് കെ ബാരെ മേ സോച്ച് രഹാ ഹൂം മാധവ്, ഞാൻ എൻ്റെ വയലിനെക്കുറിച്ച്, ഖേത് കെ ബാരെ മേ, വയലിനെക്കുറിച്ച്, സോച്ച് രഹാ ഹൂം മാധവ്, ചിന്തിക്കുകയാണ് മാധവ. മാധവ്, യേ തും ക്യാ കഹ് രഹേ ഹോ? ഗുസിഷ്ത സാൽ അച്ഛി ഫസൽ തുമാരേ ഹി ഖേത് മേ ഹുയി थी ना? യേ തും ക്യാ കഹ് രഹേ ഹോ, ഇത് നീ എന്താണ് ഈ പറയുന്നത്? ഗുസിഷ്ത സാൽ, കഴിഞ്ഞ വർഷം, അച്ഛി ഫസൽ, നല്ല വിളവ്, തുമാരേ ഹി ഖേത് മേ, നിന്റെ ഈ പാടത്ത്, ഹുയി थी ना, ഉണ്ടായതല്ലേ? കേശവ്, വോ തോ സഹി ഹേ,
കേശവൻ പറയാണ്, അത് ശരിയായ കാര്യമാണ് മാധവ. ലേക്കിൻ ഉസ് സാൽ ബാരിഷ് കാ കഹീം പത്ത लेकिन इस साल बारिश का कहीं पता ही नहीं है. वो तो सही है माधव, लेकिन इस साल बारिश का कहीं पता ही नहीं है. അത് പറഞ്ഞത് ശരിയാണ് മാധവ. പക്ഷേ ഈ വർഷം മഴയുടെ ഒരു അടയാളവും വിവരവും ഇല്ല. മാധവൻ പറയാം, ബാരിഷ് കൈസേ ഹോഗി അബ് പേട് പൗധേ ഹേ കഹാ. ബാരിഷ് കൈസേ ഹോഗി, മഴ എങ്ങനെ ഉണ്ടാവാനാണ്. അബ് ഇപ്പോൾ പേട് പൗധേ, മരങ്ങളും ചെടികളൊക്കെ ഹേ കഹാ, എവിടെയാണുള്ളത്. കേശവ്, ഖേത്തോं की हालत देखो सब सूखे पड़े हैं. വയലുകളുടെ അവസ്ഥ നോക്കൂ, എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. മാധവൻ, ക്യാ കഹൂം കേശവ്, ഞാൻ എന്ത് പറയാനാണ് കേശവ്. യേ സബ് ഹമാരേ ഹി അമൽ കാ നതീജ ഹൈ. ഇതെല്ലാം നമ്മുടെ തന്നെ ജോലിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. കേശവ്, തും ഠീക്ക് കഹ്തേ ഹോ, നീ പറയുന്നത് ശരിയാണ്. ലേക്കിൻ ഉസ്കാ ഹൽ തോ സോച്നാ ഹോഗ, പക്ഷേ എങ്കിലും അതിൻ്റെ ഒരു പരിഹാരവും നമ്മൾ ചിന്തിക്കണം. മാധവ്, ഹാ ശരിയാണ്. സർക്കാർ നേ ഭി കുച്ച് കദം ഉഠായേ ഹേ. സർക്കാരുകളും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കൃഷിഭവനിൽ നിന്ന് പേട് പൗധേ ദിയേ ജാ രഹേ ഹേ. കൃഷിഭവനിൽ നിന്ന് മരങ്ങളും ചെടികളുമൊക്കെ കൊടുക്കപ്പെടുന്നുണ്ടല്ലോ. കേശവ്, യേ ബഹുത് അച്ചി ബാത്ത് ഹേ മാധവ്. ഇത് വളരെ ശരിയായ ഒരു കാര്യം തന്നെയാണ് മാധവ്. പേട് പൗധേ ലഗാനാ ഹി ഉസ്കാ ഹൽ ഹേ. ഈ പ്രശ്നം പരിഹരിക്കാൻ, വെള്ളമില്ലാത്ത പ്രശ്നം പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം പേട് പൗധ ലഗാനാ ഹി ഉസ്കാ ഹൽ ഹേ. ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം പേട് പൗധ ലഗാന, മരങ്ങളും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിക്കുക എന്നതാണ്. ഇതാണ് അപ്പോൾ നമ്മളെ വായനാ വീഡിയോയിൽ നിങ്ങൾ ഈ വായന കേട്ടല്ലോ. ഇനി നല്ല രീതിയിൽ നന്നായി വായിക്കാൻ നിങ്ങളൊന്ന് പഠിക്കൂ. എന്നിട്ട് വായിച്ചതിന് ശേഷം നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിലേക്ക് നിങ്ങളുടെ വോയിസുകൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ബച്ചോ, നിങ്ങൾ പാഠഭാഗ വായന കണ്ടല്ലോ. ബച്ചോ, കേശവ് ഭായ് കഹാം ബൈഠ്താ താ. കേശവ് ഭായ് എവിടെയാണ് ഇരിക്കുന്നത്. കഹാ ഹേ. അപ്നെ ഖേത് മേ ബൈഠ് കർ സോച്ചാ താ. തൻ്റെ പാടത്തിരുന്നു കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓ ക്യാ സോച്ച് രഹാ താ. എന്തൊക്കെയായിരുന്നു കേശവ് ഭായ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ക്യാ ഹേ. എന്തൊക്കെയായിരുന്നു കേശവ് ഭായ് ചിന്തിച്ചു കൊണ്ടിരുന്നത്. അപ്നെ ഖേത് കെ ബാരെ മേ. അബി ബാരിഷ് നഹീ ഹൈ, ഇപ്പോൾ വെള്ളമില്ല. ഉസ്കെ ബാരെ മേ പിछले साल उसका खेत कैसा था. बहुत ज़्यादा फल मिला था. അദ്ദേഹത്തിൻ്റെ വയലിൽ നിന്ന് ഒരുപാട് വിളവുകൾ കിട്ടിയിരുന്നു. കാരണം ഉസ് വക്ത് അച്ഛ ബാരിഷ് താ. അക്കാലത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. അബി ബാരിഷ് നഹീ ഹേ. ബാരിഷ് കെ മോസം മേ ബി ബാരിഷ് നഹീ ഹേ. മഴയുടെ സീസണായിട്ട് പോലും മഴ ലഭിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഇരിക്കുമ്പോഴാണ് ഇവർ തമ്മിലുള്ള സംഭാഷണം ഉണ്ടാവുന്നത്. മാധവ് ഭായി അവിടെ വരുന്നു. ഓക്കെ, देखिए वो कहाँ बैठता था. अपने खेत में. उसके साथ कौन आया. उसका दोस्त മാധവ് ആയ. കേശവൻ്റെ ദോസ്തായ മാധവനാണ് അവിടെ വന്നത് അല്ലേ. बच्चों, माधव कहता है अभी
कृषि भवन से अच्छा अच्छा पौधा मिलते हैं. എന്തൊക്കെ പൗധകളാണ് കിട്ടുന്നത്? हाँ, नारियल का पौधा, नारियल का पौधा, തെങ്ങിൻ തൈ, पेड़, अलग अलग पेड़ का पौधा, വ്യത്യസ്തമായ മരങ്ങളുടെ ചെടികൾ, തൈകൾ. और कटहल का पेड़, कटहल ചക്ക, നമ്മൾ പഠിച്ചതാണല്ലേ कटहल ചക്ക. പ്ലാവിൻ തൈ, ആം का पौधा, ആം മാങ്ങ. അപ്പോൾ മൂച്ചിത്തൈയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരുപാട് തൈകൾ कहाँ से मिलते हैं? हाँ, कृषि भवन से मिलते हैं. कृषि भवन से किसको मदद मिलते हैं? मदद സഹായം. कृषि भवन से, कृषि ഭവനിൽ നിന്ന് किसको मदद मिलते हैं? ആർക്കാണ് സഹായം കിട്ടുന്നത്? हाँ, किसको? കിസാൻ കോ, കർഷകർക്ക് സഹായം ലഭിക്കുന്നു. എവിടെ നിന്ന്? कृषि भवन से. क्या मिलते हैं? पौधे मिलते हैं. പിന്നെന്താ കിട്ടുന്നത്? വളം മിൽത്തേ ഹേ. ठीक है, അങ്ങനെ ഒരുപാട് സഹായങ്ങൾ ലഭിക്കുന്നു. ബച്ചോ, ഹമാരെ ഗാവ് മേ അലഗ് അലഗ് സർക്കാരി ദഫ്തർ ഹേ. വ്യത്യസ്ത സർക്കാർ ഓഫീസുകൾ നമ്മുടെ ഗ്രാമത്തിലും നമ്മുടെ പ്രദേശത്തുണ്ടാവും. वो ज़रा लिख सकते हैं. एक हम बताया कृषि भवन. कृषि भवन से क्या मिलते हैं? पौधा मिलते हैं. और क्या है? और हाँ, विलेज ऑफिस, विलेज ऑफिस, विलेज ऑफिस से हमको क्या क्या मिलते हैं? बहुत मदद मिलते हैं, സഹായം ലഭിക്കുന്നു. സർട്ടിഫിക്കറ്റ് मिलते हैं, സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നു അല്ലേ? അവരും നമ്മെ സഹായിക്കുന്നു. और क्या है? അങ്ങനെ പഞ്ചായത്ത് ഓഫീസുകൾ, പോലീസ് സ്റ്റേഷനുകൾ, സ്കൂളുകൾ, പോസ്റ്റ് ഓഫീസുകൾ, കുറേ ഓഫീസുകളുണ്ട് അല്ലേ? ഉസ്കെ നാം ലിഖിയേ. അതാണ് ഒന്നാമത്തെ പഠന പ്രവർത്തനം. और दूसरा सरगर्मी देखिए किताब में. बच्चों, नीचे चंद फलों की तस्वीर दी गई है. താഴെ കുറച്ച് പഴങ്ങളുടെ ചിത്രം തന്നിട്ടുണ്ട്. ആപ്പ് ഉൻകെ പേടോം കെ നാം ലിഖിയേ. ഇത് നിങ്ങൾ അതിൻ്റെ മരങ്ങളുടെ പേരെഴുതണം. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് മരങ്ങളുടെ പേര് വെച്ചുകൊണ്ടുള്ള ഒരു ചാർട്ട് പരിചയപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്കിത് എളുപ്പം എഴുതാൻ കഴിയും. ഇവിടെ എന്തൊക്കെയുള്ളത്? ഒന്നാമത്തെ ചിത്രം എന്താ? അംല. ക്യാ? അംല. അംല എന്ന് പറഞ്ഞാൽ നെല്ലിക്ക. രണ്ടാമത്തെ ചിത്രം എന്താ? താഴോട്ട് അമ്രൂദ്. അമ്രൂദ് ക്യാ ഹേ? പേരക്ക. और कटहल. कटहल चक्का. कटहल चक्का. और क्या है? ആം. മാങ്ങ. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് എങ്ങനെ? ആം, ആം കാ പേട്. കട്ഹൽ, കട്ഹൽ കാ പേട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഈ ഫ്രൂട്ട്സുകളുടെ ഒക്കെ ചിത്രം വെച്ചുകൊണ്ട് അതിൻ്റെ പേരെഴുതിയിട്ട് അതിനെക്കുറിച്ച് എഴുതുക. बच्चों, तीसरा सरगर्मी देखिए. മാധവ് कहता है कि ये सब हमारे अमल का नतीजा है. മഴയില്ലാത്തത് നമ്മുടെ പ്രവർത്തനം കൊണ്ടാണ്.
അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മുടെ വിക്ടേഴ്സ് ചാനലിൻ്റെ ക്ലാസ്സിൽ കൃത്യമായി വിശദമായി പറയുന്നുണ്ട്. ഞാനിതിനൊന്ന് സഹായിക്കുന്നു മാത്രം. അപ്പോൾ നിങ്ങൾ നോക്കൂ, ബച്ചോ ഹമാരെ ഐസെ കോൺസെ അമൽ ഹേ, നമ്മൾ ഈ മഴയില്ലാതിരിക്കാൻ നമ്മൾ എന്താണ് പ്രകൃതിക്കെതിരെ ചെയ്യുന്നത്, പ്രകൃതിക്കെതിരായി നാം ചെയ്യുന്നത് എന്താണ് എന്ന് നമുക്ക് തന്നെ തിരിച്ചറിയണം. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ നമ്മളത് വിക്ടേഴ്സ് ചാനലിൻ്റെ ക്ലാസ്സിൽ കണ്ടു. അപ്പോൾ നമുക്ക് ഇതിൽ എന്താണ് മഴ കുറയാനുള്ള കാരണം, അതിനെക്കുറിച്ച് ചെറിയ 1-2 വാചകങ്ങൾ എഴുതി നോക്കാം. ठीक है. और 14 सरगर्मी. 4ാമത്തത് അഗലെ ദിൻ കേശവ് ഭായി കൃഷിഭവൻ പहुंचे. കേശവൻ പിറ്റേ ദിവസം കൃഷിഭവനിലേക്ക് പോയി. ആരാണ് അവനോട് കൃഷിഭവനിൽ പോകാൻ പറഞ്ഞത്? കൃഷിഭവനിൽ പോകാൻ പറഞ്ഞത് മാധവനാണ്, അവൻ്റെ സ്നേഹിതനായ മാധവനാണ്. അപ്പോൾ മാധവ് കെ ബാത്ത് സുൻകർ അഗലെ ദിൻ കേശവ് ഭായി കൃഷി ഭവൻ പहुंचे. വഹാ കൃഷി ഓഫീസർ ഉൻകി മുലാഖാത്ത് ഹുയി. അയാൾ കൃഷി ഓഫീസറുമായി സംസാരിച്ചു. കൃഷിഭവനിൽ ആരുണ്ടായിരുന്നു? കൃഷി ഓഫീസർ അവിടെ ഉണ്ടായിരുന്നു. കൃഷി ഓഫീസറുമായി അദ്ദേഹം സംസാരിക്കുകയാണ്. ഉൻ ദോനോ മേ ക്യാ ക്യാ ബാത്ത് ഹുയി ഹോഗി. അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും. ഇവിടെ കേശവൻ ചെന്ന് ആദാബ് സാഹിബ് നമസ്കാരം സാർ എന്ന് പറഞ്ഞു തുടങ്ങിയാണ്. അപ്പോൾ ഇദ്ദേഹം തിരിച്ചും നമസ്കാരം പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഓരോ വിഷയങ്ങൾ അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവും. മഴയില്ലാത്തത്, ആളുകൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ പൗതയുണ്ടോ, ആ പൗത എന്തൊക്കെ പൗതയുണ്ട്. അപ്പോൾ കൃഷിഭവനിലെ ഓഫീസർ അതിന് മറുപടി പറയുന്നതൊക്കെ ഉൾപ്പെടുത്തിയാൽ തന്നെ ഈ സംഭാഷണം നമുക്ക് പൂർണ്ണമാക്കാൻ സാധിക്കും. ടീക്കേ. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ പഠന പ്രവർത്തനം വളരെ താല്പര്യത്തോടു കൂടി ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ठीक है. ओके बच्चों, आज का क्लास यहाँ ख़त्म करता हूँ. खुदा हाफिज़. शुक्रिया.